അറ്റകുറ്റപ്പണി നടത്തി തുറന്നുകൊടുത്ത കുണ്ടന്നൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം അസഹനീയം. മെറ്റൽ മാത്രമിട്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. പാലത്തിലൂടെയുള്ള യാത്രയിൽ ടൂ വീലർ യാത്രക്കാരും കാൽനട യാത്രക്കാരും അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പാലത്തിന് മുന്നിൽ നാട്ടുകാർ അരി വറുത്ത് പ്രതിഷേധിച്ചു കേട്ടോ. ശ്യാംപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 2 ദിവസക്കാലം കുണ്ടന്നൂർ പാലം അടച്ചിട്ടുകൊണ്ടാണ് NHAI ഇവിടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയത്. അറ്റകുറ്റപ്പണികൾ നടത്തി പൂർത്തിയാക്കി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ പാലം തുറന്നു കൊടുത്തത്. പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയെങ്കിലും കാര്യമായ രീതിയിലുള്ള അറ്റകുറ്റപ്പണി ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വസ്തുത. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എങ്ങനെയാണ് ഇവിടെ ഈ അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നതെന്ന്. കാരണം ഇവിടെ ഈ മെറ്റലും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് എംസാൻഡും കൂടിയുള്ള ചെറിയൊരു മിശ്രിതം പോലെയാക്കി റോഡിൽ ഈ പറയുന്ന പാച്ച്, അതായത് റോഡിലെ കുഴികളിൽ ഇട്ടിട്ടുണ്ടോ എന്നല്ലാതെ മറ്റ് ടാറിങ്ങോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇത് നമുക്ക് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ടൂ വീലർ യാത്രക്കാർ, ഓട്ടോ യാത്രക്കാർ അങ്ങനെയുള്ള ആളുകളാണ്. കാരണം വലിയ രീതിയിലുള്ള പൊടിയാണ് ഈ റോഡിലൂടെ അനുഭവിക്കുന്നത്. ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ പാലത്തിലൂടെ നടന്ന ആളുകൾക്ക് പോലും ഒന്ന് നേരെ ചൊവ്വേ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം വലിയ തോതിൽ പൊടി ഉയരുന്നുണ്ട്. അത് പക്ഷേ ഈ രാവിലെയൊക്കെ ആണെങ്കിൽ മഞ്ഞ് പോലെയാണ് ഈ പൊടി ഇങ്ങനെ കനത്ത് വരുന്നത്. അത് വാഹന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇപ്പോൾ നമ്മോടൊപ്പം മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ ചേരുന്നുണ്ട്. ഈ ഒരു നിർമ്മാണ പ്രവൃത്തി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും നിരവധി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ടാർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ പോലീസ് ഇത് പൂർണ്ണമായി അടക്കുന്നതിന് പോലീസ് എതിരായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടി മീറ്റിങ്ങിൽ അന്ന് NHAI പറഞ്ഞത് 2 ദിവസം അടച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ആളുകൾ അല്പം ബുദ്ധിമുട്ടിയാലും നമുക്കിതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണ് 2 ദിവസം അടക്കാൻ സമ്മതിച്ചത്. പക്ഷേ ഈ 2 ദിവസം അടച്ച്, കാരണം ഈ പറയുന്ന 48 മണിക്കൂറിൽ അവരൊരു 8 മണിക്കൂർ പോലും ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ആളുകളെയും കൊണ്ടുവന്ന് വളരെ ചെറിയൊരു യൂണിറ്റുമായി വന്ന് നമ്മുടെ ഏറ്റവും ഇടവഴികൾ ടാർ ചെയ്യുന്ന നിലവാരം പോലും ഇവിടെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവരോട് പല പ്രാവശ്യം വന്ന് പറഞ്ഞ്, ഇന്നലെ ഉച്ചക്ക് മിനിയാവുന്ന രാത്രി എല്ലാം പറഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യാതെ ഇന്നലെ ഒരു 6 മണി 5 മണിയായപ്പോൾ അവർക്കിവിടെ വർക്കും തീർത്ത് അവരിവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഇത് വളരെ മോശമാണ്. കാരണം ഇത് ഇവിടുത്തെ സമൂഹത്തിനും ജനത്തിനും സംവിധാനത്തിനും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മന്ത്രിതലത്തിൽ ഇടപെടണം. കാരണം ഇതെല്ലാവരും കണ്ണടച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥർ കണ്ണടച്ചിരിക്കുകയാണ്. ഇത് കണ്ണ് തുറക്കണം. കാരണം നഗരസഭ എന്ന നിലയിൽ ആളുകൾ ഇതിലൂടെ പോകുന്ന ആളുകൾ ഞങ്ങളെ ഫോൺ വിളിച്ച് ചീത്ത പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് NHന്റെ ഒരു അധികാരവും ഞങ്ങൾക്കില്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ കാണുന്ന ഈ പൊടി ഉപയോഗിച്ചാണ് അവർ ഈ ടാർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഈ പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഈ പൊടി പോലും മാറ്റാൻ തയ്യാറായിട്ടില്ല. നമുക്ക് ഇവിടെ കൂടി ചോദിക്കാം. ചേട്ടാ, ഇവിടെ കൂടി നടന്നു പോകുന്ന അസഹനീയല്ലേ? ദൈവം ഒന്നും പയ്യ വഴി തന്നെയായിരുന്നു നല്ലത്. വാൾപുട്ടി ഇട്ടാൽ മതി. അതിനകത്ത് ഇതിനെക്കാട്ടി ബലം ഉണ്ടായിരുന്നു. വീടിന് ഉപയോഗിക്കുന്ന വാൾപുട്ടി ഇല്ലേ, അത് ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ ഇതൊരു കോൺട്രാക്ടർ ലാഭമാണിത്. ശരിയാണ്. ഇത് 2 ദിവസം അടച്ചിട്ടിട്ട് ചെയ്താണിത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. വേണം ഇവിടെ വിരലുകൊണ്ട് എടുത്ത് കളയാം. നമുക്ക് വിരലുകൊണ്ട് ഇളക്കി കളയാം. ഇതെടുത്തു. ഇതാണ് അവസ്ഥ. ഇതുണ്ട്. ഈ രീതിയിലാണ് ഈ 2 ദിവസം അടച്ചിട്ട് ചെയ്തേക്കണ വഴി. അതായത് കനത്ത പൊടി, അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തി. ഇതിനു വേണ്ടിയാണ് 2 ദിവസക്കാലം ആളുകളെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അടച്ചിട്ടുകൊണ്ട് അവർ നടത്തിയത്. പക്ഷേ ഈ നടത്തിയതാകട്ടെ ഈ വലിയ കൂടുതൽ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം കനത്ത രീതിയിൽ പൊടി ഉണ്ടായിരിക്കുന്നു. ഇനി വെയിലൊന്ന് കനത്ത് കഴിഞ്ഞാൽ ഈ പൊടിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. വിജേഷ് പുതാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.